സംബന്ധിച്ച ചരിത്രം അത് പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് സ്വാതന്ത്ര്യ സമര ചരിത്രമായിക്കോട്ടെ, ഭാരതത്തിൻ്റെ അടിമത്തകാല ചരിത്രമായിക്കോട്ടെ, ഒക്കെ 2-3 ഉദാഹരണങ്ങൾ മാത്രം പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭാരതത്തെ ആക്രമിച്ച് കീഴടക്കാൻ വന്ന ആദ്യത്തെ ആക്രമണം എന്ന് പറയുന്നത്, അത് ചോദിച്ചാൽ ഇല്ല, ചോദിക്കുന്നില്ല, BC 326 അലക്സാണ്ടറുടെ ആക്രമണമാണ് ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആ ഭാരതമെന്ന സങ്കല്പത്തിന് നേരെ വരുന്ന ആദ്യത്തെ ആക്രമണം. അലക്സാണ്ടർ 100% ഒരു സാമ്രാജ്യത്വമോഹിയും അധികാരമോഹിയും മറ്റെല്ലാ രാജ്യങ്ങളെയും തൻ്റെ ചൊൽപ്പടിയിലേക്ക്, തൻ്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിച്ച ഒരു ആക്രമണകാരിയുമാണ്. ഗ്രീക്കുകാർക്ക് അദ്ദേഹം മഹാനായിരിക്കാം. കാരണം അവരുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച, അവരുടെ രാജ്യത്തെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച ധീരനായ ഒരു ചെറുപ്പക്കാരനായ ഒരു രാജാവ്, ചക്രവർത്തി. തീർച്ചയായും അവർ അദ്ദേഹത്തെ ബഹുമാനിക്കും. പക്ഷേ നമ്മെ തകർക്കാൻ വന്ന, നമ്മുടെ സ്വത്ത് കൊള്ളയടിക്കാൻ വന്ന, നമ്മുടെ മണ്ണ് പിടിച്ചെടുക്കാൻ വന്ന, നമ്മുടെ പെണ്ണിനെ കട്ടുകൊണ്ടുപോകാൻ വന്ന ഒരു അക്രമകാരിയെ നമ്മുടെ ചരിത്രം നമ്മെക്കൊണ്ട് ഇന്നിപ്പോഴും വിളിപ്പിക്കുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ്, മഹാനായ അലക്സാണ്ടർ എന്നാണ്. ഷേക്സ്പിയർ എന്ന് പറയുന്ന നാടകകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടല്ല സഹസ്രാബ്ദം മുമ്പാണ് വിക്രമാദിത്യൻ്റെ സദസ്സിൽ നവരത്നങ്ങളിൽ സാഹിത്യ കുലപതിയായി കാളിദാസൻ ശോഭിച്ചിരുന്നത്. ഒപ്പം വയ്ക്കാനില്ലാത്ത, പകരം വയ്ക്കാനില്ലാത്ത പ്രണയ കാവ്യങ്ങളും അതിൻ്റെ എല്ലാ സൗകുമാര്യതയോടും കൂടി, അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ് നമുക്ക് സമ്മാനിച്ച കാളിദാസനെ പക്ഷേ നമ്മൾ വിളിക്കുന്നത് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നാണ്. ചാണക്യൻ, നേരത്തെ പറഞ്ഞ ചന്ദ്രഗുപ്തൻ്റെ വിക്രമാദിത്യന് മുമ്പ് ആദ്യമായി ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ, ഭാരതത്തിലൊരു സാമ്രാജ്യ സ്ഥാപനം അതിന് വിത്തുപാകിയത് ചന്ദ്രഗുപ്ത മൗര്യനിലൂടെ ചാണക്യനാണ്. ആ ചാണക്യനെ നമ്മൾ വിളിക്കുന്നത് ഇന്ത്യൻ മാക്യവെല്ലി എന്നാണ്. ചാണക്യനും എത്രയോ ആണ്ടുകൾ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മാക്യവെല്ലിയുടെ പിറവി. അപ്പോൾ ഇവിടെ വന്ന ബ്രിട്ടീഷുകാർ, ആ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് NG ശശിഭൂഷൺ സാർ എഴുതുന്നു, ഒരു സമയത്ത്, ഒരു പ്രത്യേക സമയത്ത് 2 ലക്ഷത്തിൽ കൂടുതൽ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നില്ല ഭാരതത്തിൽ. ഒരു സമയത്തും അതിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ ഭാരതീയരും ഒരുമിച്ച് നിന്നൊന്ന് ഞെക്കിപ്പിച്ചാൽ ഇവരെല്ലാത്തിൻ്റെ അടുത്ത് പെറുക്കി കളയാമായിരുന്നു. ആ സാഹചര്യം ഉണ്ടായിരുന്ന ആ കാലത്ത് പക്ഷേ നമ്മുടെ സ്വന്തം നാട്ടുകാരെ ഒറ്റുകൊടുത്തുകൊണ്ട് 6 രൂപ, 10 രൂപ, 5 രൂപ, 3 രൂപ ശമ്പളത്തിന് വേണ്ടി നമ്മെ തന്നെ ഒറ്റിക്കൊടുത്ത നമ്മുടെ നാട്ടുകാരും അതിനെ പിൻപറ്റി വന്ന സ്വാതന്ത്ര്യാനന്തര രാഷ്ട്രീയ ഭരണകൂടങ്ങളും, അതിനെ പിൻപറ്റി വന്ന സ്വാതന്ത്ര്യാനന്തര രാഷ്ട്രീയ ഭരണകൂടങ്ങളും ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് വിവേകാനന്ദനെ, നാരായണ ഗുരുദേവനെ, ചട്ടമ്പി സ്വാമികളെ, ഡോക്ടർ S രാധാകൃഷ്ണനെ, സർദാർ വല്ലഭായി പട്ടേലിനെ, മദനമോഹന മാളവ്യയെ, നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ, ശങ്കരാചാര്യ സ്വാമികളെ ഒക്കെ മാറ്റിവെച്ചപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുംഭമേളയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്, എവിടെ തിരിഞ്ഞാലും കാണാൻ കഴിയുന്നത് ആചാര്യസ്വാമിയുടെ ചിത്രങ്ങളും അവദാനങ്ങളുമാണ്. പക്ഷെ അദ്ദേഹം നടന്നു തുടങ്ങിയ മണ്ണിൽ, അദ്ദേഹം പിച്ചവച്ചു നടന്ന മണ്ണിൽ അദ്ദേഹത്തോടുള്ള കാഴ്ചപ്പാടെന്താണ്? ഇത് നമ്മുടെ കുറ്റമാണ് കേട്ടോ, എൻ്റെയും നിങ്ങളുടെയും കുറ്റമാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഇളയച്ഛൻ്റെയും ഇളയമ്മയുടെയും അമ്മാവൻ്റെയും അമ്മായിയുടെയും ഒക്കെ കുറ്റമാണ്. കാരണം ജുന അഗാഡയുടെ
അധിപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മലയാളി ആനന്ദവനം ഭാരതി എന്ന ആ മാന്യ ദേഹം കൃത്യമായി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഇതൊക്കെ മോശമാണ്. കാവി കള്ളസന്യാസിയാണ്. നാരായണ ഗുരുദേവൻ ഒരു സാധാരണ മനുഷ്യനാണ്. കുറച്ച് പുരോഗമന ആശയങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറം AKG പോലെ, EMS പോലെ, കൃഷ്ണപിള്ളയെ പോലെ, കേളപ്പനെ പോലെ ഒക്കെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് നാരായണ ഗുരുദേവൻ. ചട്ടമ്പിസ്വാമികളും അങ്ങനെയാണ്, ഒരു മനുഷ്യനാണ്. പുരോഗമനാശയങ്ങൾ ഉണ്ടായിരുന്ന, ഈ നാട് നന്നാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അതിനപ്പുറമൊന്നുമൊന്നുമില്ല. എന്ത് അദ്വൈതം, എന്ത് വേദാന്തം! കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും തൊട്ടു നോക്കാൻ കഴിയാത്തതും മണത്തു നോക്കാൻ കഴിയാത്തതുമായ ഒന്നും സത്യമല്ല എന്ന് കൃത്യമായി ഞാൻ വാക്കുപയോഗിക്കുകയാണ്. ഇടതുപക്ഷ ഇക്കോസിസ്റ്റം. ഞാൻ ഇടതുപക്ഷ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രവർത്തകരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പൊള്ളുകയൊന്നും വേണ്ട. ഞാൻ എൻ്റെ പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ പറഞ്ഞതാണ്. യൂറോപ്പിൽ അവതരിപ്പിക്കപ്പെട്ട തികച്ചും വിദേശിയായ ഒരു പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിന് ഭൗതികതയുടെ കണ്ണിൽ മാത്രം, മെറ്റീരിയൽ ലോകത്തെക്കുറിച്ച് മാത്രം, ഭോഗത്തെക്കുറിച്ച് മാത്രം, ആണിനെയും പെണ്ണിനെയും ഭോഗവസ്തുക്കളായി മാത്രം കാണുന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിന് ഭാരതത്തിൻ്റെ അർദ്ധനാരീശ്വര സങ്കല്പത്തെയോ ഭാരതത്തിൻ്റെ ആ അദ്വൈതം എന്ന് പറയുന്ന പൂവിലും പുല്ലിലും പുഴുവിലും കടുവയിലും ആനയിലും ഒക്കെയുള്ളത് ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ശേഷിയില്ലായ്മ. പക്ഷേ ആ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ നമ്മുടെ സമൂഹത്തെ അപ്പാടെ ഗ്രസിച്ചതിൻ്റെ ഒരു പ്രശ്നം, ഭരണം എന്നതും രാഷ്ട്രീയം എന്നതും അധികാരവുമായി ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ആ അധികാരത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തും ചെയ്യാം, ഏത് പ്രീണനവും നടത്താം, ആരെയും പാമ്പർ ചെയ്യാം എന്ന നിലയിലേക്ക് ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ തനിമയെ, അത് പകർന്നു തന്ന മുലപ്പാലിൻ്റെ മധുരിമയെ ഒക്കെ മറന്നുപോയ ഒരു സാഹചര്യമാണ് ഈ പറയുന്ന നാരായണ ഗുരുദേവനെ ക്ഷേത്രങ്ങൾ പണിയരുത്, പ്രതിഷ്ഠകൾ ആവശ്യമില്ല, അതല്ല കാര്യം എന്ന് നാരായണ ഗുരുദേവൻ. വിവേകാനന്ദ സ്വാമി പറയുന്നു, ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ബോൺ ഇൻ എ ചർച്ച് ബട്ട് ഇറ്റ് ഈസ് വേഴ്സ് ദാറ്റ് യു ഡൈ ദയർ. നിങ്ങളൊരു പള്ളിയിൽ, യൂറോപ്പിൽ വെച്ച് പറഞ്ഞുകൊണ്ടാണ് പള്ളി എന്ന് പറയുന്നത്, നിങ്ങളൊരു പള്ളിയിൽ ജനിച്ചു എന്ന് പറയുന്നത് മഹത്തരമായ കാര്യമാണ്. നിങ്ങൾ അവിടെ തന്നെ മരിച്ചു എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ക്ഷേത്രമെന്ന് പറയുന്നത്, ആരാധനാ രീതികളെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ എറ്റേണൽ ബ്ലിസ്സിലേക്കുള്ള യാത്രയുടെ പടികളാണ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് കൊച്ചു കുഞ്ഞുങ്ങളെയാണ്, LKGയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയാണ്. അവർക്ക് ജോണി ജോണി യെസ് പപ്പ പാടിക്കൊടുക്കാം, അവർക്ക് അണ്ണാറക്കണ്ണാവ പാടിക്കൊടുക്കാം. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന മക്കൾക്ക് ഇപ്പോൾ ജോണി ജോണി യെസ് പപ്പയും മത്തങ്ങാ ബലൂണും കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവില്ല, അല്ലേ? ഇതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളുടെയും ആരാധനാ ക്രമങ്ങളുടെയും ഒക്കെ കാര്യം. പക്ഷെ ഇതൊക്കെ പറഞ്ഞ ആചാര്യന്മാർ നമ്മൾ എന്ത് ചെയ്തു? വളരെ സൗകര്യപൂർവ്വം ചില്ലുകൂട്ടിലടച്ച് ദീപമൊക്കെ ഒഴിഞ്ഞ് അവർ പറഞ്ഞതിനെയൊക്കെ